بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. السلام عليكم ورحمة الله وبركاته. الحمد لله وحده ونصر عبده وهزم الأحزاب وحده. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف الخلق نبينا وحبيبنا محمدا صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തവും സാമീപ്യവും സംതൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ജീവിതത്തിൻ്റെ അവസാനം വരെ പരിശ്രമിച്ചും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടണമെന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് നടപ്പാക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകവും ലോകത്തിൻ്റെ ക്രമങ്ങളും മനുഷ്യരും മനുഷ്യരുടെ നിയമങ്ങളുമൊക്കെ കീഴ്മേൽ മറിയാൻ ആരംഭിച്ചിരിക്കുകയാണ്. മാനദണ്ഡങ്ങൾ മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യാഥാർത്ഥ്യങ്ങളെ മൂടിവെക്കപ്പെടുകയും യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ യാഥാർത്ഥ്യമെന്ന പേരിൽ സമൂഹം പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയേത് തിന്മയേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത വിധം കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോന്നിനും നൽകപ്പെട്ട പേരുകളോ വിശേഷണങ്ങളോ അല്ല ഇന്ന് നാം വിളിക്കുന്നതും പറയുന്നതും മനസ്സിലാക്കുന്നതും. തമ്മാടിത്തവും തോന്നിയാസവും വ്യഭിചാരവും വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളുമൊക്കെ സ്നേഹം എന്ന പേരിലായി മാറിയിരിക്കുന്നു. ലജ്ജയും കുറവും പുരുഷനും സ്ത്രീക്കുമുണ്ടായിരിക്കേണ്ട
മാന്യമായ സ്വഭാവങ്ങളുമൊക്കെ രോഗമാണ് എന്ന് വിലയിരുത്താൻ ആരംഭിച്ചിരിക്കുന്നു. മാന്യമായ ഭാര്യാഭർത്തൃബന്ധവും കുടുംബജീവിതവുമൊക്കെ കെട്ടിക്കൊടുക്കും പ്രയാസവുമാണ് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതുമൊക്കെ മറ്റുള്ളവരുടെ പ്രൈവറ്റായ കാര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. മതവും മതത്തിൻ്റെ ചിഹ്നങ്ങളും മതത്തിൻ്റെ സ്വഭാവങ്ങളുമൊക്കെ കേവലം ഹെറിറ്റേജുകളായി, സാംസ്കാരിക പാരമ്പര്യങ്ങളായി വിശേഷിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ദീനിനെ അനുസരിച്ച് ജീവിക്കുന്നതും സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതുമൊക്കെ പിന്നോക്കമായോ അനാവശ്യമായോ പറയാൻ ആരംഭിച്ചിരിക്കുന്നു. അന്യ സമുദായങ്ങളെയും അന്യമതങ്ങളെയും അന്യ ആദർശങ്ങളെയുമൊക്കെ അന്ധമായി അനുകരിക്കുക എന്നത് പുരോഗതിയുടെ ചിഹ്നമായി ഗണിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഡാൻസും മ്യൂസിക്കുകളും ഓർക്കസ്ട്രകളും അതുപോലെയുള്ള തോന്നിയാസങ്ങളുമൊക്കെ കലയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും ഇനി ഈ സമുദായത്തെ രക്ഷിക്കാൻ സാധ്യമല്ല. ഇതൊക്കെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ലോകം അവസാനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അല്ലാഹു തആല നമ്മോട് പറയുന്നത് ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്. ഭൂമിയിൽ, നാട്ടിൽ അവിശ്വാസികൾ സ്വൈരവിഹാരം നടത്തുന്നതൊരിക്കലും നിങ്ങളെ വഞ്ചിക്കാൻ ഇടവരുത്തരുത്. ഈ പറഞ്ഞ പേരുമാറ്റങ്ങളെല്ലാം നടത്തിയത് നമുക്കറിയാം. ആരാണ് ഈ പേരുമാറ്റങ്ങളെല്ലാം നടത്തിയത്? നന്മയെ തിന്മയായും സൽഗുണങ്ങളെ തോന്യാസങ്ങളായും ഇതുപോലെയുള്ള പലതരത്തിലുള്ള ക്രയവിക്രയങ്ങളെയും അനാവശ്യങ്ങളായും മുദ്രകുത്തി ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാരാണ്? ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്. അവിശ്വാസികൾ ഇവിടെ ഈ രൂപത്തിൽ സ്വൈരവിഹാരം നടത്തുന്നു എന്നത് വിശ്വാസികളെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. മതാഉൻ ഖലീൽ. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തുച്ഛമായ വിഭവങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. സുമ്മ മഅ്വാഹും ജഹന്നം വബിഇസൽ മിഹാദ്. പിന്നീട് അവർക്കുള്ള സങ്കേതം ജഹന്നമാണ്. ആ ജഹന്നം എത്ര മോശമായ സങ്കേതമത്രേ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായമേ, മനസ്സിലാക്കുക, ഓരോ ദിവസവും ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും ഐഡന്റിറ്റിയും വ്യതിരിക്തമായ സ്വഭാവവും നഷ്ടപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ സദാ ജാഗരൂകരാണ് ഈ ദീനിന്റെ ശത്രുക്കൾ. നമുക്കറിയാം, ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഭക്ഷണവും എണ്ണയും വെള്ളവും ഉപരോധിച്ചപ്പോൾ മനസ്സിന് നമുക്ക് പ്രയാസം തോന്നി. പക്ഷേ മനസ്സിലാക്കുക, അന്നവും പാനീയവും എണ്ണയും ഉപരോധിച്ചതിനേക്കാൾ ശക്തമായ പ്രത്യാഘാതമാണ്, ശക്തമായ പ്രയാസമാണ്, ശക്തമായ പ്രതിസന്ധിയാണ് മുസ്ലിം സമൂഹം ഈ ആളുകളുടെ സംസ്കാരത്തിന്റെ പിറകെ പോയാൽ ഉണ്ടാവുക എന്ന സത്യം നാം ഒരിക്കലും വിസ്മരിക്കരുത്. അന്നവും പാനീയവും ലഭിച്ചില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമെന്ന് മാത്രമായിരിക്കും അവസ്ഥ. എണ്ണ കിട്ടിയില്ലെങ്കിൽ എണ്ണ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്നത് മാത്രമായിരിക്കും അവസ്ഥ. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സമൂഹത്തിന്റെ, ഈ സമുദായത്തിന്റെ, ഈ മതത്തിന്റെ, ഈ ആദർശത്തിന്റെ യഥാർത്ഥ സംസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സംസ്കാരം, ആ സംസ്കാരത്തെ നാം ഒഴിവാക്കി നമുക്കിഷ്ടമുള്ള, നമ്മുടെ കണ്ണിന് കുളിർമ തോന്നുന്ന, മനസ്സിന് സന്തോഷം തോന്നുന്ന, ഇവിടെയുള്ള പിശാചുക്കൾ നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന
ഒരു രീതിയിലേക്കും സംസ്കാരത്തിലേക്കും നാം മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? അഭിമന്യനായ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പ്രവചിച്ചു, ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ. ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ ചര്യകളെ നിങ്ങൾ പിൻപറ്റുന്ന അവസ്ഥ വരിക തന്നെ ചെയ്യും, സംശയമില്ല. എങ്ങനെ നിങ്ങൾ പിൻപറ്റും? ഷിബ്റൻ ബിശിബ്രിൻ, ചാണിന് ചാണായി, വദിറാഅൻ ബിദിറാ, മുഴത്തിന് മുഴമായി, ഒരു വ്യത്യാസവും വരാതെ. അവരെങ്ങനെ ചെയ്യുന്നോ അങ്ങനെ മാപ്പിളയും ചെയ്യും. അവരെങ്ങനെ ചെയ്യുന്നോ അങ്ങനെ മുസ്ലിം നാമധാരികളായ ആളുകളും ചെയ്യും. എന്നിട്ട് അവരെങ്ങാനും പോയി ഒരു ഉടുമ്പിന്റെയോ പാമ്പിന്റെയോ മാളത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നതെങ്കിൽ ഈ പാവപ്പെട്ട മുസ്ലിമും അവരുടെ പിന്നാലെ പോയി അതിലൊക്കെ പ്രവേശിക്കും. അതല്ലേ അവസ്ഥ? ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. എവിടെയൊക്കെ നമുക്ക് മാറ്റം വന്നു. ഞാൻ നേരത്തെ ആമുഖമായി പറഞ്ഞ എല്ലാറ്റിലും വന്നില്ലേ മാറ്റം? സംസ്കാരങ്ങളിൽ, കലകളിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ, സാമൂഹ്യ ബന്ധത്തിൽ, എല്ലാറ്റിലും ആരുടെ പിന്നാലെയാ പോകുന്നത്? ആരുടെ പിന്നാലെയാണ് പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനിടയിൽ വെച്ച് ഇത് പറഞ്ഞപ്പോൾ ഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദു വൻ നസാറ, താങ്കൾ ഉദ്ദേശിക്കുന്നത് ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചുമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഖാല വമൻ, പിന്നെ ആരാ അവരല്ലാതെ? കാര്യം വളരെ അവതാളത്തിലാണ് സഹോദരന്മാരെ. വളരെ കൃത്യമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അപ്പടി പുലരുകയാണ്. ഒരിക്കലും നാം ധരിക്കരുത്, ഒരിക്കലും നാം മനസ്സിലാക്കരുത്, ജൂതന്മാരുടെയോ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സയനിസ്റ്റ് ലോബികളുടെയോ പാശ്ചാത്യ ലോബികളുടെയോ അവരുടെ ആയുധങ്ങൾക്കല്ല മൂർച്ച, അവരുടെ ബോംബുകൾക്കും അവരുണ്ടാക്കുന്ന മനുഷ്യനെ നിശേഷം നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഏതെങ്കിലും രൂപത്തിലുള്ള ആയുധങ്ങൾക്കല്ല മൂർച്ച. മറിച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക അധിനിവേശമുണ്ടല്ലോ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനമുണ്ടല്ലോ, മുസ്ലിമിന്റെ ബുദ്ധിയെ, മുസ്ലിമിന്റെ തലച്ചോറിനെ, മുസ്ലിമിന്റെ സംസ്കാരത്തെ, മുസ്ലിമിന്റെ ജീവിത രീതിയെ, മുസ്ലിമിന്റെ കുടുംബത്തെ, മുസ്ലിമിന്റെ വീടിനെ, അങ്ങനെ മുസ്ലിമിന്റെ എല്ലാറ്റിനെയും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ ഈ അധിനിവേശമുണ്ടല്ലോ, വിശ്വാസികളെ ബോംബിനേക്കാൾ, ആയുധങ്ങളെക്കാൾ, പട്ടാളങ്ങളെക്കാൾ, ഭരണകൂടങ്ങളെക്കാൾ നാം ഭയപ്പെടേണ്ടത് അവയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിൽ മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് യുവാക്കളും യുവതികളും ചെറുപ്പക്കാരികളും കുട്ടികളുമൊക്കെ, കൗമാരപ്രായമെത്തിയ കുട്ടികളെ തോന്നിയാസങ്ങളിൽ തളച്ചിടാൻ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞു നടക്കുന്ന സമൂഹം. സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കൂ, എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ആരായിരുന്നു നാം? മുസ്ലിങ്ങളായ നാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ പഴയ പാരമ്പര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു നാട്ടിൽ ജീവിക്കുന്ന നാം, ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന നാം, നമ്മുടെ ഗ്രാമത്തിലൂടെ ഒരു ചെറുപ്പക്കാരുടെ കൈയും പിടിച്ച് നടക്കുന്നത് കണ്ടാൽ എന്തായിരുന്നു നമ്മുടെ മുമ്പത്തെ അവസ്ഥ? നാം അവനെ തുറച്ചു നോക്കുകയില്ലേ? പരിഹസിക്കുകയില്ലേ? വിളിച്ചു ഗുണദോഷിക്കുകയില്ലേ? അവനോട് പറയുകയില്ലേ, എന്തൊരു തോന്യാസമാണോ നിന്റെ കുടുംബത്തെ പറയിപ്പിക്കുന്ന, നിന്റെ തറവാടിനെ പറയിപ്പിക്കുന്ന, ഉപ്പയെ പറയിപ്പിക്കുന്ന, ഉമ്മയെ പറയിപ്പിക്കുന്ന എന്തൊക്കെ വാക്കുകളായിരുന്നു നമ്മുടെ കൈകളിൽ ഉണ്ടായിരുന്നത്? എന്തായിരുന്നു നമുക്ക് അവനോട് തോന്നിയിരുന്ന വിചാരവും വികാരവും? ചിന്തിച്ചു നോക്കൂ. ഇന്നോ ആരാണ് നമ്മെ മാറ്റിയത്? ആരാണ് സഹോദര നമ്മെ മാറ്റിയത്? ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് അങ്ങനെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും പോകുന്നത് കണ്ടാൽ പലർക്കും അവനോട് ബഹുമാനമാണ്, അഭിമാനമാണോ? എവിടെ എത്തി മനുഷ്യൻ? ചിന്തിച്ചു നോക്കൂ. ഇത് ഓരോ വിഷയത്തിലും നാം പരിഗണിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഞാൻ ഒരു കാര്യം മാത്രമല്ല പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സ്നേഹത്തിന്റെ പേരിലാണ് വാലന്റൈൻ ഡേ ആഘോഷിക്കുന്നത് അത്രേ. എന്താണ് ഈ സ്നേഹം? എന്താണ് ഈ ഡേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടോ?
ഈ ഡേക്ക് ആശംസകൾ അയച്ചപ്പോൾ, അതിന്റെ പേരിൽ ഗ്രീറ്റിംഗ്സുകൾ അയച്ചപ്പോൾ, അതിന്റെ പേരിൽ ആശംസകൾ പരസ്പരം കൈമാറിയപ്പോൾ, അതിനുവേണ്ടി വാർത്താ മാധ്യമങ്ങൾ ഉപയോഗിച്ചപ്പോൾ, അതിനുവേണ്ടിയുള്ള സൗജന്യമായ പരസ്യങ്ങൾ, സൗജന്യമായ പരസ്യ, പൈസ ഒന്നും കൊടുക്കണ്ട. എത്ര കൃത്യമായിട്ട് മുസ്ലിമീന് ഇത് മനസ്സിലാവും? എന്തിനാ ഇത് സൗജന്യമാക്കുന്നത്? ആലോചിച്ചു നോക്കൂ, എന്തായിരുന്നു ഇത് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? ഈ വലന്റൈൻ എന്ന് പറയുന്നത് റോമിൽ ജീവിച്ച ഒരു അച്ഛൻ്റെ പേരായിരുന്നു. അതിൻ്റെ ചരിത്രം വായിച്ചു നോക്കൂ, അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ മാപ്പിളക്കുട്ടികൾ ആഘോഷിക്കുന്ന ആഘോഷത്തിൻ്റെ ഒരച്ഛൻ്റെ പേരായിരുന്നു. അച്ഛന് ഗ്രീക്ക് റോമൻ ഭരണകൂടം അച്ഛനെ ജയിലിലടച്ചു. ജയിലിലടക്കാനുണ്ടായ കാരണം, അന്ന് ക്രിസ്ത്യാനികൾക്ക്, അന്ന് അവിടെയുണ്ടായിരുന്ന പട്ടാളക്കാർക്ക് വിവാഹം നിരോധിച്ചിരുന്നു റോമൻ ഗവൺമെന്റ്. പ്രത്യേകിച്ച് ഗവൺമെന്റിൽ ജോലി ചെയ്തിരുന്ന പട്ടാളക്കാർക്ക്. പക്ഷെ ഗവൺമെന്റ് അറിയാതെ ഈ അച്ഛൻ പട്ടാളക്കാർക്ക് വിവാഹബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഗവൺമെന്റ് ഇത് കണ്ടുപിടിച്ചു, അച്ഛനെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിലിട്ട സമയത്ത് ജയിലറുടെ മകളുമായി അച്ഛൻ പ്രണയത്തിൽ. അന്നത്തെ ക്രിസ്ത്യാനി സംസ്കാരം അനുസരിച്ച് ഇന്നും ചില വിഭാഗങ്ങൾക്ക് പുരോഹിതന്മാർക്ക് വിവാഹം ചെയ്യാൻ പാടില്ല, അച്ഛന് വിവാഹം ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ അച്ഛനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഗവൺമെന്റ് വിധിക്കുന്നു. എന്നിട്ട് അച്ഛനെ വിളിച്ചു വരുത്തി ഈ ഗ്രീക്ക് റോമൻ ഭരണകൂടം അദ്ദേഹത്തോട് പറയുന്നു, നിന്നെ വേണമെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുത്താം, നീ ഒരു കാര്യം ചെയ്യണം, നീ ക്രിസ്ത്യാനിറ്റി വിട്ട് ഞങ്ങളുടെ മതത്തിലേക്ക് വരണം. ഗ്രീക്ക് റോമൻ ദേവതകൾക്കും ദേവതകളെയും ദേവന്മാരെയും ആരാധിച്ചിരുന്ന പ്രത്യേകമായ ഒരു മതമായിരുന്നു, അതിലേക്ക് വരണം. അച്ഛൻ നിരാകരിച്ചു. അങ്ങനെ അച്ഛനെ തൂക്കിക്കൊന്ന ദിവസമാണ് പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾ അറിഞ്ഞോ ഈ സാധനം ആഘോഷിക്കുന്നത്. എന്തുമാത്രം ആലോചിച്ച് നോക്കൂ, എവിടെയാണ് നാം നിൽക്കുന്നത്? യാതൊരു മടിയുമില്ലാതെ അതിന് ആശംസ പറയാനും ആശംസ പറയുന്നവരോട് സെയിം ടു യു എന്ന് പറയാനൊന്നും ഒരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ സമൂഹം അധപതിച്ചില്ലേ? സഹോദരന്മാരെ, ഒരിക്കലും ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന മതം, നമ്മുടെ മതം സ്നേഹത്തിനെതിരല്ല. ഇത് പറയുമ്പോൾ ആരും അങ്ങനെ മനസ്സിലായിരിക്കേണ്ട. സ്നേഹം അടിത്തറയായി ഉണ്ടാക്കപ്പെട്ട വളർത്തപ്പെട്ട മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്കാരത്തെയോ നമ്മുടെ അദബുകളെയോ നമ്മുടെ മര്യാദകളെയോ നശിപ്പിക്കാനോ അതിനെ കളങ്കപ്പെടുത്താനോ ഉള്ള ഒന്നല്ല. ഇത്തരത്തിലുള്ള കേവലം ആഘോഷങ്ങളിലോ ദിനങ്ങളിലോ മാത്രം ഒതുങ്ങേണ്ടതല്ല സ്നേഹം. ഇത്തരത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ പ്രായത്തിൽ കാമുകന് കാമുകിക്കോ കാമുകിക്ക് കാമുകനോടോ തോന്നേണ്ടതിൻ്റെ പേരല്ല സ്നേഹം. ഏതെങ്കിലും വൈകാരികമായ ആവേശത്തിലോ അനുഭവത്തിലോ മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ട ഒന്നല്ല സ്നേഹം. അത് നാം മനസ്സിലാക്കണം. മറ്റേത് സമൂഹത്തെക്കാളും മറ്റേത് ആദർശത്തെക്കാളും മറ്റേത് മതത്തെക്കാളും സ്നേഹിക്കാനും പരസ്പരം യോജിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അത് ദിവസത്തിലല്ല, ഏതെങ്കിലും ഒരു ദിവസമല്ല, അതിനൊരു ദിവസം നിശ്ചയിച്ച് സ്നേഹിക്കാനല്ല, എല്ലായ്പ്പോഴും സ്നേഹിക്കാൻ, എപ്പോഴും ആദരിക്കാൻ, എപ്പോഴും ബഹുമാനിക്കാൻ. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇദാ അഹബ്ബ അഹദുക്കും അഖാഹു ഫൽയുഅലിംഹു ഇയ്യാഹ്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ പറയണം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്. നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം ദീനിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയുള്ള കാര്യമല്ല. ഒരാളെ നിങ്ങൾ ഇഷ്ടപ്പെടണം. മുസ്ലിമിനെ സ്നേഹിക്കണം, സ്നേഹിക്കാതിരിക്കാൻ പാടില്ല, വെറുക്കാൻ പാടില്ല. എന്നിട്ട് ആ സ്നേഹം ആ മുസ്ലിമിനെ വിളിച്ചു പറയണം, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. അത് പറയണമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോക്കൂ, നിങ്ങൾ മാത്രമല്ല, സ്നേഹത്തെ സ്വർഗപ്രവേശനത്തിനുള്ള ഒരു കാരണമായാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്നേഹം അത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാരണമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കട്ടെ. വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ. എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ. നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, വിശ്വാസികളാകാതെ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ.
വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ മുഅ്മിനാവുകയില്ല. സ്നേഹിക്കാൻ ഞാൻ മുഅ്മിനാവില്ല എന്നർത്ഥം. ഇത് മറ്റേ ഒരു ദിവസം ഫെബ്രുവരി 14 മാത്രം സ്നേഹിക്കേണ്ട സ്നേഹമല്ല ഈ പറയുന്നത്. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, സ്നേഹിക്കാതെ മുസ്ലിമാവൂല, മുഅ്മിനാവൂല. പരസ്പരം സ്നേഹിക്കാതെ മുഅ്മിനാവുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു ചോദ്യം ചോദിക്കുന്നു, അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തു, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും, അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഏതാ? അങ്ങനെ 4 ഗ്രീറ്റിംഗ് ഒക്കെ അല്ല, മനസ്സിലായില്ലേ? ഏതാണ് ആ കാര്യം? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക. സലാം അത് സമാധാനത്തിന്റെ സന്ദേശമാണ്, അത് നിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. അതാണ് വേണ്ടത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ സ്നേഹത്തിന്റെ ആധിക്യവും അതിന്റെ വലിപ്പവും എത്രയാണ് എന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ ജീവിതം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ കുടിച്ചിരുന്ന പാത്രത്തിൽ നിന്ന് എവിടെയാണോ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ചുണ്ട് വെച്ച് ആ പാത്രം കൊണ്ട് കുടിച്ചത്, അവിടെ വെച്ച് തന്നെ ആ സ്ഥലത്ത് വെച്ച് ചുണ്ട് വെച്ച് തന്നെ കുടിച്ചിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമാണത്. ഇത് കേവലം ഒരു ദിവസത്തെ സ്നേഹമല്ല, അല്ലെങ്കിൽ സൗന്ദര്യം മുറ്റി നിൽക്കുന്ന സന്ദർഭത്തിൽ മാത്രം തോന്നുന്ന സ്നേഹമല്ല. ഇനി നിങ്ങൾക്ക് വരാം അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സന്ദർഭം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഭാര്യയുടെ ഉമിനീരുമായാണ് അദ്ദേഹം വഫാത്തായതെന്ന് നിങ്ങൾക്കറിയില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി ചെയ്ത ബ്രഷിന്റെ അറാക്കിന്റെ കഷ്ണം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ അറാക്കെടുത്ത് അവരുടെ പല്ല് തേച്ച് അവരുടെ ഉമിനീർ, ആയിഷ ബീവിയുടെ ഉമിനീർ ആക്കി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നു. എന്നിട്ട് അതുകൊണ്ട് തേച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്നത്. ചിന്തിച്ചു നോക്കൂ, സ്നേഹം, യഥാർത്ഥ സ്നേഹം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ മരണമടയുന്ന രംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ആയിഷ ബീവിയുടെ മടിയുടെയും നെഞ്ചിന്റെയും മടിയിൽ കിടന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, സ്നേഹിക്കേണ്ടവരെ, സ്നേഹിക്കുന്നവരെ, ഇതാണ് ഇസ്ലാമിന്റെ സ്നേഹം, യഥാർത്ഥ സ്നേഹം. നിങ്ങൾ കരുതണ്ട ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിനൊക്കെ എതിർത്ത് വിമർശിച്ച് എന്താ ഈ പറയുന്നത് മുഴുവൻ ആളുകൾ കനങ്ങാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ, അല്ല. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമിന്റെ സ്നേഹം മനുഷ്യരിൽ മാത്രമല്ല, അങ്ങനെയല്ല. ഇസ്ലാം എല്ലാറ്റിനെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു, എല്ലാറ്റിനെയും, ജന്തുക്കളെയും ജീവികളെയും ചരാചര വസ്തുക്കളെ മുഴുവൻ, കല്ലിനെയും പാറയെയും പർവ്വതത്തെയും എല്ലാറ്റിനെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. ആരുണ്ട് ഇവിടെ അങ്ങനെ സ്നേഹിക്കാൻ? നമ്മളെ സ്നേഹം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ആളുകളുടെ കഥ എന്താ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇസ്ലാമിന്റെ സംസ്കാരത്തെ പട്ടാപ്പകൽ പച്ചയായി മുസ്ലിമിനെ കൊണ്ട് ഹനിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത് ഈ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സംസ്കാരത്തിലേക്ക് മുസ്ലിം പോകുന്ന ഒരു രീതി പടച്ചുണ്ടാക്കുക എന്നതിനപ്പുറം എന്തൊരു സ്നേഹമാണ് മനുഷ്യജീവനുകളോട് ഇവർക്കുള്ളത്. ചിന്തിച്ചു നോക്കൂ. ദാഹിച്ച് വലയുമ്പോ പച്ചവെള്ളം പോലും കൊടുക്കാതെ ക്രൂരമായി ഫലസ്തീനിലെ കൊച്ചുകുട്ടികളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന മനുഷ്യർ, ഇവരാണ് നമ്മളെ സ്നേഹം പഠിപ്പിക്കാൻ പറ്റുന്നത്. എന്നിട്ട് മാപ്പിളാര് മുസ്ലിമീങ്ങൾ യാതൊരു ബുദ്ധിയില്ലാതെ അതിന്റെ പിന്നാലെ ലജ്ജയില്ലാത്ത സമൂഹം. ആലോചിച്ചു നോക്കൂ, നമ്മളെ കുറിച്ച് പറയേണ്ടത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്ക് നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബൽ ഉഹദിനെ നോക്കി പറയുന്നു, ഹാദാ ഉഹദ് ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഇത് ഉഹദ് മലയാണ്, ഇതൊരു പർവ്വതമാണ്. ആ പർവ്വതത്തെ നാം സ്നേഹിക്കുന്നു, ആ പർവ്വതം നമ്മെ സ്നേഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിലെ സ്നേഹം എന്ന് നാം മനസ്സിലാക്കണം. എല്ലാ രംഗത്തും സഹോദരന്മാരെ, എല്ലാ രംഗത്തും
മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഇതുപോലെയുള്ള മനുഷ്യന്റെ വികാരങ്ങളുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്വഭാവത്തിന്റെ പേരല്ല സ്നേഹമെന്ന് പറയുന്നത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം അള്ളാഹുവിനെ സ്നേഹിക്കണം, അവന്റെ റസൂലിനെ സ്നേഹിക്കണം, അവന്റെ സഹാബത്തിനെ സ്നേഹിക്കണം, അവന്റെ ദീനിനെ സ്നേഹിക്കണം, അവന്റെ ദീനിനെ സഹായിക്കുന്നവരെ സ്നേഹിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകാൻ വേണ്ടി മുസ്ലിം ആഗ്രഹിക്കണം, സ്നേഹിക്കണം. ഇതൊക്കെ മുസ്ലിമിന്റെ സ്നേഹമാണ്. ഇതിനെയൊക്കെ മുസ്ലിം സ്നേഹിക്കണം, ഇതിനെയൊക്കെ മുസ്ലിം സ്നേഹിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ഇന്ന് ആലോചിച്ച് നോക്കൂ, പാവപ്പെട്ട സമൂഹം മനസ്സിലാക്കി വെച്ചത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ സ്നേഹവും പ്രേമവും അതിൻ്റെ മുമ്പിലും പിമ്പിലുമൊക്കെയായി ചില കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ മനുഷ്യനാവുകയില്ല എന്ന് ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കളും യുവതികളും കരുതുന്ന ഒരു കാലഘട്ടം. അതല്ല സത്യം, നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അറേഞ്ച്ഡ് മാരേജിനേക്കാൾ നല്ലത് ഈ രൂപത്തിലുള്ള പ്രണയവിവാഹങ്ങളാകുന്നു എന്ന് പറയുന്ന ഒരു പരുവത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരവസ്ഥ, അത് മുസ്ലിമീങ്ങൾ പറയാൻ തുടങ്ങുന്ന ഒരവസ്ഥ. അതാണ് നല്ലത്. ഇസ്ലാം അങ്ങനെ നിർദ്ദേശിച്ച മാതിരി ആണ് പെണ്ണിനെ പോയി കാണുന്നു, പെണ്ണാണിനെ കാണുന്നു, പരസ്പരം തൃപ്തിപ്പെടുന്നു, കുടുംബങ്ങൾ അന്വേഷിക്കുന്നു, അങ്ങനെയല്ല. അതാണ് അറേഞ്ച്ഡ് വിവാഹമാണ്. അതൊന്നുമല്ല ശരി. എന്നിട്ട് അതിന് കുറെ ആളുകൾ അതിനിങ്ങനെ സോപ്പിട്ട് സാബൂനിട്ട് മിനുക്കി കൊണ്ടു നടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, എത്ര കൃത്യമാണ്, വ്യക്തമാണ് സംഗതി. ഈ വിഷയങ്ങളെക്കുറിച്ച് നടന്ന പഠനം നമുക്കറിയാം. ശരിയാണ്, ഇത്തരത്തിലുള്ള റൊമാൻറ്റിക് പ്രണയങ്ങളെക്കുറിച്ച് അതിനൊരു പക്ഷേ ആ സന്ദർഭത്തിൽ ശക്തി ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പ്രണയത്തിന് ചില കാരണങ്ങൾ ഉണ്ടാകും. ആ കാരണങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതായി പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത്തരത്തിലുള്ള വിവാഹങ്ങളും ബന്ധങ്ങളും എത്ര ശതമാനമാണ് വിജയിക്കുന്നത്? വളരെ കൃത്യമായ കണക്കുകൾ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര വിദഗ്ധന്മാർ നമുക്ക് നൽകുന്നുണ്ട്. കേവലം 12% മാത്രമാണ്. 87% അറേഞ്ച്ഡ് വിവാഹങ്ങൾ വിജയിക്കുമ്പോൾ 12% വിവാഹങ്ങൾ മാത്രമാണ് ഈ രൂപത്തിലുള്ളത് വിജയിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ, ഗവേഷണം നടത്തിയ യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധന്മാർ കണക്കുകൾ തരുമ്പോൾ നമ്മുടെ യുവാക്കൾ പാവങ്ങൾ, നമ്മുടെ യുവതികൾ പാവങ്ങൾ. അവരുടെ വിചാരം ഇതാണ്, ഇതൊരു ചാപ്പല്യമാണ് സഹോദരങ്ങളെ. നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹമെന്ന് പറയുന്നത് പടച്ച റബ്ബ് സ്ത്രീയുടെയും പുരുഷനെയും സൃഷ്ടിക്കുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ ഉണ്ടാക്കിയ ഒരു വികാരമാണെന്ന് അല്ലാഹു കൃത്യമായി പഠിപ്പിച്ചു. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണത്. സ്ത്രീയെയും പുരുഷനെയും പടക്കുമ്പോൾ തന്നെ അള്ളാഹു സൃഷ്ടിച്ചു ആ സ്നേഹം. വജഅല മവദ്ദതൻ വറഹ്മ, സ്നേഹവും കാരുണ്യവും സൃഷ്ടിച്ചു. നോക്കൂ നിങ്ങൾ, സ്നേഹമെന്ന് പറയുന്നത് ചിലപ്പോൾ യുവത്വത്തിന്റെ പ്രസരിപ്പോടുകൂടി ഉതിർന്നു പോകുന്നതാണെങ്കിൽ പിന്നീട് വരേണ്ട അതിശക്തമായ വികാരമാണ് റഹ്മത്ത് എന്ന് പറയുന്നത്, കാരുണ്യം, സ്നേഹത്തോടുകൂടെ കടന്നു വരേണ്ട കാരുണ്യം. ഇതൊക്കെ പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. സഹോദരന്മാരെ, ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനാണ് നമുക്ക് സാധിക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, നമ്മുടെ യുവതികൾ, ഈ തരം സംസ്കാരങ്ങളുടെയും രീതികളുടെയും പിന്നിൽ പോകുന്ന മനുഷ്യന്മാർ മനസ്സിലാക്കുക, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ബോധവും രൂപവും രീതിയും ഈ വിഷയങ്ങളിലൊക്കെയുണ്ട്. അത് നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കണം. സഹോദര, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുക, ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്നേഹമെന്ന് പറയുന്നത് കേവലം ഒരു ദിവസത്തിനുള്ളതല്ല, ഇവിടെയുള്ള ഒരു ജീവിതത്തിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല, ജീവിതത്തിന്റെ പ്രസരിപ്പിലോ സന്തോഷത്തിലോ മാത്രമുള്ളതല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതമെന്ന്, സ്നേഹമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും, ഭൗതിക ജീവിതത്തിലും അഭൗതിക ജീവിതത്തിലും എല്ലാം നിലനിൽക്കേണ്ട ഒന്നാണ്. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ അവൻ സ്നേഹിക്കുന്നവന്റെ കൂടെയായിരിക്കും എല്ലാ കാലത്തും. ദുനിയാവിലും ആഖിറത്തിലും അങ്ങനെയായിരിക്കും. നിങ്ങൾ നോക്കൂ, ഇസ്ലാം വളർത്തിയെടുത്ത സ്നേഹത്തിന്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാകണമോ? ഒരു സംഭവം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കൂ. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നു. എന്നിട്ട് അവൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി.
അള്ളാഹുവിന്റെ റസൂലേ, അങ്ങാണ് എൻ്റെ ശരീരത്തെക്കാൾ എന്നേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അങ്ങാണ്. അള്ളാഹുവിന്റെ റസൂലേ, എൻ്റെ മക്കളെക്കാൾ അങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. നോക്കൂ നിങ്ങൾ ആ സ്നേഹത്തിന്റെ ശക്തി എത്രയാണ് എന്ന്. തീർന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ വീട്ടിൽ പോയാൽ വീട്ടിലിരുന്ന് ഞാൻ അങ്ങയെക്കുറിച്ച് ഓർക്കും. അങ്ങയെക്കുറിച്ചുള്ള സ്മരണ എന്റെ മനസ്സിലൂടെ കടന്നു വരും. അപ്പൊ ഫമാ അസ്ബിർ ഹത്താ ആതി ഫഅൻദുറു ഇലൈക്, എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നില്ല റസൂലേ, ഉടനെ തന്നെ ഓടി വരും നിങ്ങളുടെ സന്നിധിയിലേക്ക്. എന്നിട്ട് നിങ്ങളെ കാണണം. നിങ്ങളെ കണ്ടാൽ മാത്രമേ എനിക്ക് സമാധാനമാവൂ. ആലോചിച്ച് നോക്കൂ സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിമായ മനുഷ്യൻ സ്നേഹിക്കേണ്ട രീതിയും രൂപവുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മുസ്ലിമിന്റെ യഥാർത്ഥ സ്നേഹം എന്ത് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇനി തീർന്നോ? ആ മനുഷ്യന്റെ പ്രയാസം നിങ്ങൾക്ക് കേൾക്കണോ? വഇദാ ദക്കർതു മൗതി വമൗതക അറഫ്ത അന്നക ഇദാ ദഖൽതൽ ജന്ന റഫഅത മഅൻ നബിയ്യീൻ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെയും അങ്ങയുടെയും മരണത്തെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ എനിക്കുറപ്പുണ്ട്, അങ്ങ് മരിച്ചാൽ സ്വർഗത്തിലേക്ക് എത്തിയാൽ അങ്ങ് അമ്പിയാക്കന്മാരുടെ കൂടെ ആയിരിക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അഥവാ സ്വർഗത്തിൽ കടന്നാൽ തന്നെയും അങ്ങയെ കാണാൻ എനിക്ക് കഴിയാതെ പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. നിങ്ങൾ സ്നേഹത്തിന്റെ ശക്തി. അഥവാ സ്വർഗത്തിൽ ഞാൻ കടന്നാൽ തന്നെ അങ്ങയെ കാണാൻ എനിക്ക് കഴിയാതെ പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ഫലം യറുദ്ദ അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചു നിന്നു. ആയിഷ ബീവി പറയാം, ധരിച്ചു നിന്നു, മറുപടി പറയാൻ കഴിയാതെ. ഇതാണ് സ്നേഹം. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്, വമൻ യുതിഇല്ലാഹ വറസൂൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء وحسن أولئك رفيقا. ومن يطع الله والرسول, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ فأولئك مع الذين أنعم الله عليهم, ആ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചവർ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. ആരാണ് അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ, അമ്പിയാക്കന്മാരായ, സത്യസന്ധന്മാരായ, ശുഹദാക്കന്മാരായ, സാലിഹീങ്ങളായ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. വഹസുന ഉലൈക റഫീഖാ, ആ കൂട്ടുകെട്ട്, ആ സഹവർത്തിത്വം എത്ര നല്ല സഹവർത്തിത്വമായിരിക്കും. അല്ലാഹു അതിൽ നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇതാണ് സ്നേഹം. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഈ സ്നേഹമാണ് വിശ്വാസികളെ നമുക്ക് ആവശ്യം. നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയണം. നമ്മൾ ഒരിക്കലും ആരെയും വെറുക്കരുത്. ആരെയും നമ്മൾ വെറുക്കരുത്. സ്നേഹിക്കണം. സ്നേഹിച്ചിട്ട് നമുക്ക് ഒന്നാകാനും ഒന്നായി നമുക്ക് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സാലിഹ്യങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാനും സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കുക, കേവലം യുവത്വത്തിൻ്റെ ചാപല്യമായി സ്നേഹം അധപതിച്ചു പോകരുത്. നമുക്കറിയാം ഈ ലോകം അവസാനിക്കും. ഈ കാണുന്ന സകല ചരാചരങ്ങളും നശിക്കും. നമ്മളെല്ലാവരും നശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംശയവുമില്ലാത്ത വിധം, എല്ലാ ബുദ്ധിയുള്ളവനും മനസ്സിലാകുന്ന വിധം അത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ശരി, അതിനുശേഷം അല്ലാഹു തആല ബഹുമാനിക്കുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നല്ലോ. സ്നേഹത്തിൻ്റെ യഥാർത്ഥ രൂപവും രീതിയും അവിടെ നിന്ന് നമുക്ക് ഗ്രഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു.
അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ. അതിലൊന്നാരാ? റജുലാനി തഹബ്ബാ ഫില്ലാഹ്, റജുലാനി തഹബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. 2 ആളുകൾ അവർ പരസ്പരം സ്നേഹിച്ചു. നോക്ക് നിങ്ങൾ, ഇസ്ലാമിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതാ. ഇസ്ലാമിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം തണൽ ലഭിക്കുവാൻ കാരണമാകുന്നതാണ് ഇസ്ലാമിൻ്റെ സ്നേഹം. ഈ കേവലം വികാരത്തിൻ്റെ അടിത്തറയിലുള്ളതല്ല, വൈകാരികമല്ല. അതാണ് ഇസ്ലാമിൻ്റെ സ്നേഹം. നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല വിളിച്ചു പറയുന്നത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഐനൽ മുതഹാബ്ബൂന ബിജലാലി, ഐനൽ മുതഹാബ്ബൂന ബിജലാലി. എവിടെയാണ് എനിക്ക് വേണ്ടി സ്നേഹിച്ചവരെവിടെയാണ്? എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ, എൻ്റെ ദീനിന് വേണ്ടി, എൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ, എൻ്റെ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി, എൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച് പണിയെടുത്തവരുടെ എവിടെയാണെന്ന് അള്ളാഹു ചോദിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ വാചകം, അൽയൗമ ഉളില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി, അൽയൗമ ഉളില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി. എൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഈ ദിവസം ഇന്ന് ഞാനിതാ അവർക്ക് തണലിട്ട് കൊടുക്കും. സഹോദരന്മാരെ, ഇതായിരിക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം സ്നേഹമെന്ന് പറയുന്നത്. നമ്മളെവിടെയെങ്കിലും കാണുന്ന പേക്കൂത്തുകളുടെ പിന്നിൽ പോകേണ്ടവരല്ല. ഈ കാണുന്ന ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെയോ സംവിധാനങ്ങളിലൂടെയോ മനസ്സിലാക്കുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യേണ്ടതല്ല നമ്മുടെ സ്നേഹം. പ്രത്യേകിച്ച് സഹോദരന്മാരെ, നാം നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ ഇത് പഠിപ്പിക്കണം, മനസ്സിലാക്കണം. വളർന്നു വരുന്ന തലമുറ ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചു പോകും. രക്ഷിതാക്കളുടെ, ഉമ്മമാരുടെയും ഉപ്പമാരുടെയും രക്ഷിതാക്കളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസമാണ് എൻ്റെ മക്കൾ തെറ്റിപ്പോകുമോ? പോകും. തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ എന്താണ് സ്നേഹം, യഥാർത്ഥ സ്നേഹമെന്ത്, കാപ്പട്യത്തിലുള്ള സ്നേഹമെന്ത് എന്ന് കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായ മനുഷ്യൻ എല്ലാ നന്മയെയും സ്നേഹിക്കണം, എല്ലാ നന്മയുടെ ആളുകളെയും സ്നേഹിക്കണം. അവനാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ടത് അവിടെ നിന്നായിരിക്കണം. അള്ളാഹുവിനെ സ്നേഹിക്കട്ടെ ആദ്യം, രണ്ടാമത് റസൂലിനെ സ്നേഹിക്കട്ടെ, മൂന്നാമത് മാതാപിതാക്കളെ സ്നേഹിക്കട്ടെ. സ്നേഹിക്കേണ്ടതിൻ്റെ രൂപം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതാണ് സ്നേഹത്തിൻ്റെ രൂപം. പിന്നീട് മുസ്ലിമീങ്ങളെ സ്നേഹിക്കട്ടെ. ആ രൂപത്തിലാണ് സ്നേഹം വളർന്നു വരേണ്ടത്. വിവാഹപ്രായമെത്തിയ, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളെ വിളിച്ച് നിങ്ങൾ ഉപദേശിക്കണം, രക്ഷിതാക്കൾ ഉപദേശിക്കണം സ്നേഹിക്കാൻ. മാതാപിതാക്കളെക്കാളധികം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് ഭാര്യയോടും, ഭാര്യയെ സ്നേഹിക്കണമെന്ന് ഭർത്താവിനോടും പറയണം, പഠിപ്പിക്കണം. ഇതാണ് ഇസ്ലാം, ഇതാണ് സ്നേഹം, ഇതാണ് ഇസ്ലാമിൻ്റെ സ്നേഹം. അത് കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാവരെയും മുസ്ലിമീങ്ങൾ സ്നേഹിക്കണം. ആണായാലും പെണ്ണായാലും സ്നേഹിക്കണം. സ്നേഹമായിരിക്കണം, സ്നേഹമെന്ന വികാരമായിരിക്കണം ഒരു മുസ്ലിമായ മനുഷ്യനെതിരെ ഏതെങ്കിലും രൂപത്തിൽ മോശമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ മുസ്ലിമിനെ പ്രേരിപ്പിക്കേണ്ടത്. എന്തുകൊണ്ടാ ചെയ്യണെന്നറിയോ? എന്തുകൊണ്ടാ മുസ്ലിമിനെ ചീത്ത പറയുന്നത്? എന്താ വിചാരിച്ചേ? സ്നേഹമില്ലാത്തത് കൊണ്ടാ. സ്നേഹമായിരിക്കണം അവനെ തടയേണ്ടത്. ഒരു മുസ്ലിമായ പെൺകുട്ടി, അച്ചടക്കത്തോടെ അതപോടെ നടക്കുന്ന മുസ്ലിമായ പെൺകുട്ടിയെ ഉപദ്രവിക്കാതിരിക്കാൻ, അവളുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ, അവളുടെ വികാരത്തെയും വിചാരത്തെയും അഭിമാനത്തെയും ഹനിക്കാതിരിക്കാൻ മുസ്ലിമായ ചെറുപ്പക്കാരന് സാധിക്കണം. എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവളെ സ്നേഹിച്ചിട്ട് സാധിക്കണം. സ്നേഹിച്ചാ നോക്കും എന്നാ പറയാ? അല്ല, സ്നേഹിച്ചാ നോക്കൂല, സ്നേഹിച്ചാ അവളോട് തോന്നിയാസം ചെയ്യൂല. സ്നേഹിച്ചിട്ട്, അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിമിന്റെ സ്നേഹം. സ്നേഹിച്ചിട്ട് ചെയ്യാതിരിക്കും. കാരണം എന്താ? അവൾ ഈ സമുദായത്തിന്റെ അന്തസ്സാണ്, അഭിമാനമാണ്. ഈ സമുദായത്തിന്റെ അന്തസ്സും അഭിമാനവും നിലനിർത്താൻ ഓരോ മുസ്ലിമിനും ബാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് അവളുടെ മുഖത്ത് നോക്കിക്കൂടാ, അവളുടെ ജീവിതത്തിൽ എനിക്ക് ഇടപെട്ടുകൂടാ, അവളെ ഞാൻ ദ്രോഹിച്ചുകൂടാ. ആണായാലും പെണ്ണായാലും
ഇതാണ് സഹോദര ഇസ്ലാമിൻ്റെ സ്നേഹം. ഈ രൂപത്തിലുള്ള സ്നേഹമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് മാതൃകയായാണ് പഠിപ്പിച്ചു തന്നത്. ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള എല്ലാ രംഗങ്ങളിലൂടെയും അല്ലാഹുവിൻ്റെ റസൂല് കടന്നുപോയി. എല്ലാ രംഗങ്ങളിലൂടെയും സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചും ലാളിക്കേണ്ടവരെ ലാളിച്ചും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കുടുംബജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഭാര്യയെ സ്നേഹിച്ച നല്ല ഭർത്താവായി അല്ലാഹുവിൻ്റെ റസൂല് കഴിഞ്ഞുപോയി. എന്താണ് നമുക്ക് കാണാൻ സാധിക്കുമോ അത്ര നല്ല ഉദാഹരണം? സ്നേഹം അതാണ്. അത്ര നല്ല ഉദാഹരണം ജീവിതത്തിൽ കാണാൻ സാധിക്കോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെപ്പറ്റി അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വിവരിച്ചു തരുന്ന ഒരു രംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവർ പറയുകയാണ്, ഖദീജയോട് പ്രയാസം തോന്നിയതുപോലെ, വെറുപ്പ് തോന്നിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്ന് എനിക്കാരോടും വെറുപ്പ് തോന്നിയിട്ടില്ല. എന്നിട്ട് അവർ ആ രംഗം ഇങ്ങനെ വിവരിക്കുന്നു. എന്നെ വിവാഹം ചെയ്യുന്നതിന് 3 വർഷം മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. പക്ഷേ വഫാത്തായ ശേഷവും ഞാൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ നിറയെ നൽകിയ ശേഷവും എപ്പോഴും അല്ലാഹുവിൻ്റെ റസൂൽ ഖദീജയെ ഓർക്കുമായിരുന്നു. എന്തുമാത്രം ഓർക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ, വല്ലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വല്ല അറവും നടത്തിയാൽ അതിൽ നിന്ന് കുറച്ച് മാംസം എടുത്തു വെച്ച് ഖദീജയുടെ സ്നേഹിതകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയക്കുമാർ. സ്നേഹം നോക്കൂ നിങ്ങൾ, ആ സ്നേഹത്തിൻ്റെ ആധിക്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുടുംബത്തെ സ്നേഹിച്ചതിൻ്റെ രീതി നിങ്ങൾ നോക്കൂ. കുടുംബത്തിൽ നിന്ന് പ്രയാസമുള്ള പല രംഗങ്ങളും അല്ലാഹുവിൻ്റെ റസൂലിന് വരികയുണ്ടായി. ജീവിതത്തിൽ സംഭവിക്കാവുന്ന പലതും വന്നു. പിടിച്ചു നിന്ന് ക്ഷമിച്ച്, ശക്തമായി പിടിച്ചു നിന്ന് ക്ഷമിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിയന്ത്രിച്ചത്. അത് സ്നേഹത്തിൻ്റെ ഭാഗമായി വേണം നാം മനസ്സിലാക്കാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കുട്ടികളുണ്ടായി, മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി, പേരമക്കളെ സ്നേഹിച്ചതിൻ്റെ രൂപം നമ്മൾ കണ്ടു. വല്ലാത്ത സ്നേഹം. സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഹസൻ റളിയല്ലാഹു അൻഹു മുട്ടുകുത്തി നടക്കുന്ന പ്രായം. ആ സമയത്ത് നബി ബൈത്തുൽ മാലിലെ കാരൊക്കെ കൂട്ടിയിട്ട ആ സ്ഥലത്തുകൂടെ ഹസൻ മുട്ടുകുത്തി നടന്നു പോകുമ്പോൾ ഒരു കാരക്കയുടെ കഷ്ണം, ഒരു കാരക്കയുടെ ചുളയെടുത്ത് ഹസൻ ഈമ്പുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. പിടിച്ചു വലിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ മുട്ടുകുത്തി നടക്കുന്ന കുട്ടിയുടെ പ്രായം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യമാണത്. പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് പറയുന്നു, നമുക്ക് ആലുബൈത്തിന് ഇത് പറ്റൂല, ജനങ്ങളുടെ സദഖ, ജനങ്ങളുടെ സക്കാത്ത് ആലുബൈത്തിന് പറ്റൂല. നോക്ക് നിങ്ങൾ, ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് ദീൻ വളരെ ചെറുപ്പത്തിലെ ഈ കുരുന്നുകളുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. തെറ്റിൽ നിന്ന്. അത് ചിലപ്പോൾ നമ്മൾ പലരും പറയാനുള്ളത് ചെറിയ കുട്ടിയല്ലേ, സാരല്ല എന്നാ. അല്ല, നമുക്ക് സഹോദരന്മാരെ നമ്മുടെ ദീനാണ് വലുത്. ആ ദീനിനെ നമുക്ക് വലുതായി കാണാനും അതിനെ ഉൾക്കൊള്ളാനും സാധിക്കണം. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഈ രൂപത്തിൽ മാറ്റാൻ സാധിക്കണം. അതാണ് സ്നേഹം. നോക്ക് നിങ്ങൾ, കരയുന്ന കുട്ടികളെ കണ്ടാൽ, കുട്ടികളുടെ ഒച്ച കേട്ടാൽ അല്ലാഹുവിൻ്റെ റസൂൽ നമസ്കാരം പെട്ടെന്ന് തീർക്കുമായിരുന്നു. സ്നേഹമാണ് അല്ലേ? പേരമക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ കയ്യിലെടുത്ത് നമസ്കരിക്കുമായിരുന്നു. സ്നേഹമാണ്. സുജൂദ് നീണ്ടുപോയ കഥ നിങ്ങൾക്കറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോയപ്പോൾ ഒരു പേരക്കുട്ടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിലിരുന്നു. നബിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. നബി അവിടെ കിടന്നു കുറേ സമയം. ഇവൻ എഴുന്നേറ്റ് ഇറങ്ങിപ്പോയ ശേഷമാണ് നബി സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. സ്നേഹമായിരുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സ്നേഹിക്കാൻ അനുയായികളെ അങ്ങനെ സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? ഒരു നേതാവെന്ന നിലക്ക് അനുയായികളെ, സഹോദരന്മാരെ സ്വന്തം ജീവന്റെ ഭാഗമായി കണ്ട് സ്നേഹിച്ചു. ഇതാണ് സ്നേഹം. ഇതാണ് ഇസ്ലാമിന് പഠിപ്പിക്കാനുള്ള, പറയാനുള്ള സ്നേഹം. സഹോദരന്മാരെ, ഈ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് നമ്മുടെ യുവാക്കളെയും യുവതികളെയും പ്രേരിപ്പിക്കണം. മറ്റതൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. അത് ജൂതൻ്റെയും ക്രിസ്ത്യാനികളുടെയും പിന്നാലെ പോകുന്ന സംസ്കാരമാണ്. ജൂതൻ്റെയും ക്രിസ്ത്യാനികളെയും പ്രൊഡക്റ്റുകൾക്കെതിരെ മാത്രം നാം വാളോങ്ങിയാൽ പോരാ. ഏറ്റവും ശക്തമായി നാം ബോയ്ക്കോട്ട് ചെയ്യേണ്ടത്, ഒഴിവാക്കേണ്ടത് അവരുടെ പ്രോഡക്റ്റുകളല്ല. ജൂതൻ്റെയും ക്രിസ്ത്യാനിയുടെയും പേസ്റ്റുകൾ തേച്ചു നീയാച്ചൊരു ചുക്കും സംഭവിക്കൂല, ഒന്നും സംഭവിക്കൂല. മനസ്സിലായില്ലേ? ജൂതനും ക്രിസ്ത്യാനിയും ഉണ്ടാക്കിയെടുത്ത ഏതെങ്കിലും ഉപകരണങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചു നീയാച്ച ഒരു ചുക്കും സംഭവിക്കൂല.
മറിച്ച് ജൂതനും ക്രിസ്ത്യാനിയും ഈ സമുദായത്തിനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ സംസ്കാരം, ആ സംസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വൃഥമാക്കി തീർത്താൽ സമീപഭാവിയിൽ ഈ സമുദായം ഇഞ്ചിഞ്ചായി ഇല്ലാതാകും. ഇതിന്റെ സംസ്കാരം ഇഞ്ചിഞ്ചായി ഇല്ലാതായി പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ الذين يجاهدون لإعلاء كلمة الله. اللهم عليك باليهود، اللهم عليك باليهود، اللهم عليك باليهود. اللهم انصر إخواننا المسلمين في فلسطين الذين يجاهدون لإعلاء كلمة الله، الذين يصبرون أن يكون في حياة الإسلام. يا أرحم الراحمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه.